ഇന്നലത്തെ ബജറ്റിലെ ഒരു സുപ്രധാന തീരുമാനം വരുമാനം വർദ്ധിപ്പിക്കാനായി നദികളിൽ നിന്ന് വീണ്ടും മണൽ വാരുന്നതിന് അനുമതി നൽകുമെന്ന പ്രഖ്യാപനം തന്നെയാണ്. ആ പ്രഖ്യാപനം ആശ്വാസമാകുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ്. മണൽവാരൽ തൊഴിലാളികൾ സുവർണകാലം തിരികെ വരുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. 200 കോടി രൂപയുടെ വരുമാനത്തിനൊപ്പം വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുമെന്നുമാണ് സർക്കാർ ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടി എന്നീ പുഴകളിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയത് മലബാർ മേഖലയ്ക്കും പ്രതീക്ഷയേകുന്നുണ്ട്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, വീണ്ടും മണൽവാരലിന് അനുമതി നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. അത് ഒരു വരുമാനം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ പ്രളയ സാധ്യതയൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഇത് ഈ ഒരു മേഖലയ്ക്ക്, മണൽവാരൽ തൊഴിലാളികൾക്ക് എത്രത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ്? എന്താണ് അവരുടെ ഒരു പ്രതികരണം വരുന്നത്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നദികളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 3 നദികളിൽ നിന്ന് മണൽ വാരാനുള്ള അനുമതി നൽകുമെന്നാണ്. ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന തൊഴിലാളികളെല്ലാം തന്നെ വലിയ സന്തോഷമാണ് പങ്കുവച്ചത്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന തൊഴിൽ ദിനങ്ങൾ ലഭിക്കും. അതിനുശേഷം ഈ മണൽവാരൽ നിരോധിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത് നിർത്തലാക്കിയതിന് ശേഷം മറ്റ് പല തൊഴിലും ചെയ്താണ് സ്ഥിരമായി പോലും ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്നാണ് ഈ മേഖലയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നവർ പറയുന്നത്. എന്തായാലും പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു മേഖലയാണ് ഈ മണൽവാരൽ മേഖല. ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള ആശ്വാസമാണ് അവർക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ നദീതീരങ്ങളിൽ, പ്രത്യേകിച്ച് ചാലിയാറിൻ്റെ ഭാഗത്തുള്ളവരുമായി എല്ലാമായി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. വലിയ ആശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം, സർക്കാരിൻ്റെ റവന്യൂ വരുമാനം തുടങ്ങിയ നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെയാണ് ഈ വെള്ളപ്പൊക്ക സാധ്യത കുറക്കുമെന്നുള്ളത്. നേരത്തെ ഈ മണൽവാരൽ നിരോധിച്ചതിന് ശേഷം, നിർത്തലാക്കിയതിന് ശേഷമാണ് 2018-ലും 2019-ലുമെല്ലാം ഈ ചാലിയാർ അടക്കമുള്ള പുഴകൾ കരകവിയുന്ന സ്ഥിതി ഉണ്ടായത്. അതിനു മുമ്പ് ഈ മണൽ എടുത്തിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ബജറ്റ് മൊത്തത്തിൽ മലബാറിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോഴിക്കോട് ഒപ്പം തന്നെ കണ്ണൂർ ജില്ലകൾക്ക് നേരിയ ആശ്വാസമുണ്ട്. കാരണം പല പദ്ധതികളായി കണ്ണൂരിനും കോഴിക്കോടിനുമെല്ലാം പരിഗണന ലഭിച്ചു. കോഴിക്കോട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് മെട്രോ റെയിലിനുള്ള പരാമർശമാണ് ഈ ബജറ്റിലുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ വിവിധ പദ്ധതികൾ, സഫാരി പാർക്ക് ഉൾപ്പെടെ കണ്ണൂരിലേക്കും പരിഗണന ലഭിച്ചു. എന്നാൽ അതേസമയം തന്നെയാണ് മലബാറിൽ താരതമ്യേന പിന്നാക്കം നിൽക്കുന്ന, വികസന കാര്യങ്ങളിലെല്ലാം തന്നെ പിന്നാക്കം നിൽക്കുന്ന മലപ്പുറത്തിനും വയനാടിനും പ്രത്യേകമായ പദ്ധതികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് പ്രത്യേകമായ പരിഗണന ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. അപ്പം തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കോഴിക്കോട് മെട്രോ റെയിലാണ്. അതോടൊപ്പം തന്നെ ചക്കിട്ടപ്പാറ സഫാരി പാർക്ക് കോഴിക്കോട് സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിന് ബജറ്റിൽ പരാമർശം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെയാണ് ഈ വയനാട്ടിലേക്കുള്ള ബദൽ പാതയെ സംബന്ധിച്ച് ഒരു പരാമർശവും ഈ ബജറ്റിലില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്നതാണ്. കാരണം സർക്കാരിൻ്റെ തന്നെ വലിയ പദ്ധതിയാണ് ആനക്കാംപൊയിൽ ചക്കിട്ടപ്പാറ തുരങ്കപാത. ഇതുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. ഒപ്പം തന്നെ മറ്റു ബദൽ പാതകളെക്കുറിച്ചുള്ള പരാമർശമില്ല. കഴിഞ്ഞ ദിവസം പോലും താമരശ്ശേരി ചുരം പാതയിൽ ഏതാണ്ട് 10 മണിക്കൂറോളം ഗതാഗത തടസ്സം നേരിട്ടിരുന്നൊരു ലോറി കുടുങ്ങിയതാണ് കാരണം. ഇങ്ങനെ ദിനേന എന്നോണം ഈ ചുരത്തിൽ ഗതാഗത തടസ്സങ്ങൾ നേരിടുന്നപ്പോൾ ബദൽ പാതയെക്കുറിച്ച് വലിയ പ്രതീക്ഷ കോഴിക്കോട് വയനാട് ജില്ലക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ജനങ്ങൾ പങ്കുവെക്കുന്ന നിരാശ. മറ്റൊന്ന്, വയനാട് ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുകയാണെങ്കിൽ വയനാടിന് പ്രത്യേകമായി പദ്ധതികളില്ല. പ്രത്യേകിച്ച് ഈ വനം വന്യജീവി പ്രശ്നങ്ങളെല്ലാം തന്നെ രൂക്ഷമായി നിൽക്കുന്ന ജില്ലയാണ് വയനാട്. മൊത്തത്തിലുള്ള ഒരു പ്രഖ്യാപനമല്ലാതെ വയനാടിന് പ്രത്യേകമായി ഈ മേഖലയിൽ പോലും പ്രഖ്യാപനമില്ല. വയനാട് മെഡിക്കൽ കോളേജിനും പ്രത്യേകമായ പദ്ധതിയോ പരിഗണനയോ ലഭിച്ചില്ല. മറ്റൊന്ന്, മലബാറിനെ സംബന്ധിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ +1 സീറ്റ്, ഹയർ സെക്കൻഡറി സീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അധ്യയന വർഷവും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളോ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്നതോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നതോ അതടക്കമുള്ള ഒരു പ്രഖ്യാപനവും ബജറ്റിലില്ല എന്നുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലപ്പുറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ്, ഒപ്പം തന്നെ കരിപ്പൂർ എയർപോർട്ട് വികസനം, ഇത് രണ്ടും കാര്യമായി ബജറ്റ് പരിഗണിച്ചിട്ടില്ല.
ലഭിച്ചിട്ടില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല എന്ന വിമർശനം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നാളികേര കർഷകരുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. കുറ്റ്യാടി നാളികേര പാർക്ക് നേരത്തെയുള്ള സർക്കാരിന്റെ പരിഗണനയിലുള്ള പദ്ധതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ തന്നെ സജീവമായ ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ കുറ്റ്യാടി നാളികേര പാർക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ തേങ്ങയുടെ സംഭരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും പുതിയ ആശയങ്ങളൊന്നും ബജറ്റിലില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് പൊതുവെ മലബാർ ജില്ലകളെ സംബന്ധിച്ച് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ മണൽ വാരലിനുള്ള അനുമതി മലബാറിനാണ് കൂടുതൽ ഗുണം ചെയ്യുക. കാരണം ചാലിയാർ പുഴയാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഗുണം ചെയ്യും. ഒപ്പം തന്നെ കോഴിക്കോട് മെട്രോ റെയിൽ അടക്കമുള്ള പദ്ധതികൾ മാത്രമാണ് ബജറ്റിലുള്ളത് എന്ന വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്.